നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി +1 +2 എക്സാമിനേഷൻ അവസാന ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പരീക്ഷയുടെ സെറ്റിൽമെന്റ് ബില്ലുകൾ ഈ വർഷം പുതിയൊരു മെത്തേഡിലാണ്, പുതിയൊരു സംവിധാനത്തിലാണ് നമ്മൾ പരീക്ഷയുടെ ബില്ലുകൾ ചെയ്യുന്നത്. മുൻ വർഷങ്ങളിലൊക്കെ ഡയറക്ടറേറ്റിൽ നമുക്ക് അലോട്ട്മെന്റ്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരു അഡ്വാൻസ് അലോട്ട്മെന്റ് കിട്ടി. ആ അഡ്വാൻസ് ബില്ലിലാണ് നമ്മൾ പരീക്ഷയുടെ ചെലവുകളൊക്കെ ചെയ്യാറ്. പക്ഷേ ഈ വർഷം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നടപടിക്രമം അനുസരിച്ച് മാർച്ച് 24 എക്സാമിനേഷന് പരീക്ഷാ നടത്തിപ്പ് ചെലവുകൾക്ക് ഫണ്ട് സ്കൂളുകളുടെ PD അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നതിനും ഡയറക്ടറേറ്റിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക്, അപ്പോൾ നമുക്ക് പരീക്ഷ കഴിയുമ്പോൾ നമുക്ക് ആക്ച്വൽ ചിലവായ തുക കഴിഞ്ഞ വർഷം അനുവദിച്ച പോലെ തന്നെ ഡയറക്ടറേറ്റ് അലോട്ട്മെന്റ് അനുവദിക്കും. ആ അനുവദിക്കുമ്പോൾ ഈ തുക PD അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കേണ്ടതാണ് എന്ന വ്യവസ്ഥയിൽ PD അക്കൗണ്ടിൽ നിന്ന് തുക പിൻവലിച്ച് പരീക്ഷാ നടത്തിപ്പിന് ഉപയോഗിക്കുന്നതിന് സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് അനുമതി നൽകുന്നു. ഇതൊരു പുതിയ സംവിധാനമാണ്, ഈ വർഷം മുതൽ തുടങ്ങുന്ന പുതിയൊരു സംവിധാനമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംവിധാനം ചെയ്യുന്നത്. പലർക്കും അത് എങ്ങനെയാണ് ചെയ്യുക, എന്തൊക്കെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ എന്ന് പലരും ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നൽകുകയാണ് ഈ വീഡിയോയുടെ നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ പരീക്ഷയുടെ എല്ലാ വർക്കുകളും ചെയ്യുന്നത് iExamലൂടെയാണ്. iExamലാണ് നമുക്ക് ഇതിന്റെ പരീക്ഷയുടെ ഓരോ ദിവസമുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നത്. പരീക്ഷയുടെ അക്കൗണ്ടും ചെയ്യുന്നത് ഇതിലൂടെ തന്നെയാണ്. ഡെയിലി അറ്റൻഡൻസ് കൊടുക്കുക, അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സാം ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്ത് അക്വിറ്റൻസും കാര്യങ്ങളും എല്ലാം എടുത്ത് നമുക്കിതൊരു CSV ഫയല്, ഇതിൽ പരീക്ഷയ്ക്ക് എല്ലാ ചിലവായ തുകയുടെ ഏറ്റവും അവസാന തുക ഈ ഒരു CSV ഫയല് അവസാനം ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇത് നമുക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ പരീക്ഷയ്ക്ക് ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഈ ഗ്രൂപ്പിലൂടെയും മറ്റും സംശയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടിയും പരീക്ഷയുമായി ബന്ധപ്പെട്ട് അറിയുന്നവർക്ക് അറിയാം. പുതിയ കുറേ പ്രിൻസിപ്പൽമാരുണ്ട്, അവർക്ക് പെട്ടെന്ന് അറിയലിലേക്ക് വേണ്ടി ഒന്ന് പറയാം. നമുക്ക് പരീക്ഷയുടെ പലരും ചോദിക്കുന്നത് ഇതിൽ പ്രാക്ടിക്കൽ ചീഫ് ക്ലർക്ക് റെമ്യൂണറേഷൻ വരുന്നില്ല എന്നാണ്. അത് വരണമെങ്കിൽ കൃത്യമായിട്ട് ചീഫ് ക്ലർക്കിന് അറ്റൻഡൻസ് കൊടുക്കണം. ഈ അറ്റൻഡൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് അക്വിറ്റൻസ് വരൂ. എല്ലാ ദിവസത്തെയും നമ്മൾ കൃത്യമായി സെലക്ട് ചെയ്ത് ഇതുപോലെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സംവിധാനം അക്കൗണ്ടിലോട്ട് വരികയുള്ളൂ, അക്വിറ്റൻസ് ആയിട്ട് വരുള്ളൂ. ഇത് കൊടുക്കാതെ നമുക്ക് ഒരിക്കലും അക്വിറ്റൻസ് ലഭിക്കുകയില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചീഫ് ക്ലർക്കിന്റെ അക്വിറ്റൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഈ തുക ഫൈനൽ അക്വിറ്റൻസിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള കാര്യം, നമുക്ക് പ്രാക്ടിക്കൽ മീറ്റിങ്ങിന് പോയതിൻ്റെ TA, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ മീറ്റിംഗ് 8 കിലോമീറ്ററിന് മുകളിലുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ TA കിട്ടും. അതുപോലെ തന്നെ ചീഫുമാരുടെ കോൺഫറൻസിന് പോയാൽ അതിനൊരു TA ഉണ്ട്. ആ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ ഇതിൽ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ബില്ല് സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഈ വർഷം എല്ലാം കൃത്യമായി ചെയ്തതിന് ശേഷം മാത്രമേ ഫൈനൽ അക്കൗണ്ട് എടുക്കാവൂ. ഈ പ്രാക്ടിക്കൽ മീറ്റിംഗ്, TA ആൻഡ് പ്രിൻസിപ്പൽ കോൺഫറൻസ്, ഇത് രണ്ടും കൂടി ഒറ്റ മെനുവിൽ തന്നെയാണ്. ഇപ്പം ഇതിൽ ചെറിയൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ആൾക്കാർക്ക് തന്നെ ഇതിൽ പ്രാക്ടിക്കൽ മീറ്റിങ്ങിനും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ കോൺഫറൻസിനും ഒരാൾ പോയാൽ തന്നെ ഒറ്റ എൻട്രി ചെയ്തതിൽ പറ്റുള്ളൂ എന്നാണ് ഒരു പ്രശ്നം. നമുക്കിതിൽ എല്ലാ സ്റ്റാഫും 8 കിലോമീറ്ററിന് മുകളിൽ ഇതിൽ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് TA ഫോമും ഡൗൺലോഡ് അക്വിറ്റൻസ് എടുക്കാം. പ്രാക്ടിക്കൽ മീറ്റിങ്ങിന് പോയ ടീച്ചർമാർക്ക് TA നമുക്ക് ഈ ഒരു മെനുവിലൂടെ എടുക്കാം. ഈ പ്രധാനമായും ചോദിക്കുന്ന സംശയങ്ങൾക്കാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടിക്കലിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി മുൻപേ ചെയ്തിട്ടുണ്ടാവും. എങ്കിലും ഇതൊന്ന് വെരിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ഈ എക്സാം ആക്ടിവിറ്റീസിലാണ് നമ്മൾ അതർ റെസിപ്റ്റ്സ്, ഇതെല്ലാം എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ ഫൈനൽ CSV ഫയല് BIMSയ്ക്കുള്ളത് ഡൗൺലോഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നൈറ്റ് വാച്ച്മാൻ, പരീക്ഷ കഴിഞ്ഞാൽ നൈറ്റ് വാച്ച്മാൻ റെമ്യൂണറേഷൻ എടുക്കാൻ സാധിക്കും, അതർ റെസിപ്റ്റ്സ് എടുക്കാൻ സാധിക്കും, തിയറി റെമ്യൂണറേഷൻ, തിയറിയുടെ അറ്റൻഡൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ തിയറി റെമ്യൂണറേഷൻ കിട്ടും. പലരും ചോദിക്കുന്ന ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എവിടെ കിട്ടാന്ന് പലരും സംശയം ചോദിക്കുകയുണ്ടായി. ഈ തിയറി റെമ്യൂണറേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിൽ ഫൈനൽ അക്വിറ്റൻസ്, അറ്റൻഡൻസ് റിപ്പോർട്ട്, ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ്, ഡൗൺലോഡ് TA ഫോം ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അക്കൗണ്ട് സമ്മറി, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് സമ്മറി കിട്ടും. മൊത്തം നമുക്ക് പരീക്ഷയുടെ ഒരു സമ്മറി കിട്ടും. അത് നമുക്ക് ബിൽ സെറ്റിൽമെന്റിന് വേണ്ടി മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഫൈനൽ
ബില്ലെടുക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ CSV4 ബിംസ് ഡൗൺലോഡ് ചെയ്യാൻ പാടുള്ളൂ. അതുവരെ നമ്മൾ ഇത് എടുക്കാൻ പാടില്ല. എല്ലാം കഴിഞ്ഞ് ഒരു ഫൈനൽ ആയിട്ട് ഇതിലത്തെ എല്ലാ ഇതിലെ മെറ്റീരിയൽസിൻ്റെ പൈസ അങ്ങനെ എല്ലാം നമുക്ക് വരും. അതർ റിസീറ്റ്സിൽ വരും, ടീർ റെമ്യൂണറേഷൻ വരും. ഇതെല്ലാം എൻ്റർ ചെയ്ത് കൃത്യമായി ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആഡ് അതർ സ്റ്റാഫാണ്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു സംശയം, ഈ ആഡ് അതർ സ്റ്റാഫിൽ നമുക്ക് ഒരാളെ തന്നെ പല പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പലരും ഡൗട്ട് ചോദിക്കുന്നു. നമ്മൾ ആഡ് ന്യൂ കൊടുത്ത് പല പ്രാവശ്യം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവിടെ നമ്മൾ ഏത് ഡെസിഗ്നേഷൻ കൊടുത്താലും നമുക്ക് ആഡ് അതർ സ്റ്റാഫ് വഴി ചെയ്യുമ്പോൾ നമുക്ക് അത് നൈറ്റ് വാച്ച്മാൻ ആയാലും കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയി ID ഉപയോഗിച്ച് ചെയ്യാം. ഈ എംപ്ലോയിയുടെ ID ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമ്പറൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പലരും പറയുന്നു. നമ്മൾ നോക്കണ്ട. ഈ എംപ്ലോയി ID സെലക്ട് ചെയ്ത ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇവർക്ക് ഒരു ID നമ്പർ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഇത് മാൻഡേറ്ററി ആക്കിയിട്ട് പലരുടെയും സംശയം ഇതായിരുന്നു, ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാതെ സേവ് ആവും, പക്ഷേ അറ്റൻഡൻസും എടുക്കുമ്പോൾ അവിടെ പേര് വരില്ല. ഇപ്പോൾ അത് കൃത്യമായിട്ട് മാൻഡേറ്ററി ആയിട്ടുണ്ട്. മാൻഡേറ്ററി ഫോർ നോൺ ടീച്ചിങ് സ്റ്റാഫ്. അതായത് നമ്മളിപ്പോൾ സ്ക്രൈബ് ആയാലും എങ്ങനെ എന്ത് എൻ്റർ ചെയ്താലും ഈ ബാങ്ക് ഡീറ്റെയിൽസ് നിർബന്ധമായും വേണം. ഇപ്പോൾ ഒരാൾക്ക് തന്നെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. പക്ഷെ നമുക്ക് 1, 2, 3 എത്ര ആൾക്കാരെ വേണമെങ്കിലും ഇതിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഒരാളെ തന്നെ 3, 4 പ്രാവശ്യം ആഡ് ചെയ്യുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. നമുക്കിതിന് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ തന്നെ നമ്മൾ പല പ്രാവശ്യം തന്നെ ഒരാൾ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നങ്ങളും നിലവിലില്ല. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തതിന് ശേഷം എല്ലാം ഓക്കെ ആണ്. പരീക്ഷ കഴിഞ്ഞ് ഫൈനൽ അക്വറ്റൻസ് തിയറി കഴിഞ്ഞു, നൈറ്റ് വാച്ച്മാൻ എടുത്തു, എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു CSV ഫയൽ കിട്ടും. ഇപ്പം നമുക്ക് ഏറ്റവും എളുപ്പമാണ് നമുക്ക് CSV ഫയൽ. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഒരാൾക്ക് തന്നെ 3, 4 അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ പേര് CSV ഫയലിൽ 3, 4 പ്രാവശ്യം വരും. അപ്പോൾ നമ്മൾ CSV ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് വരും. അപ്പോൾ നമ്മളത് 3, 4 പ്രാവശ്യമുള്ളവരൊക്കെ ടോട്ടൽ എമൗണ്ട് നോക്കി ഒറ്റ സ്ഥലത്തേക്ക് ആക്കി മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരാളെ ഒന്നിലധികം, അപ്പോൾ അതായത് ലാബ് അസിസ്റ്റൻ്റായും അതുപോലെ തന്നെ ക്ലർക്കായും നൈറ്റ് വാച്ച്മാനുമായും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ 3 പ്രാവശ്യം പേര് വരും. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി ഒറ്റ പ്രാവശ്യത്തിൽ ആ ടോട്ടൽ തുക ഏതാണോ ശരിയായ അക്കൗണ്ട്, നിലവിലുള്ള അക്കൗണ്ട് ഏതാണെങ്കിൽ അതിലേക്ക് ടോട്ടൽ തുക കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 3, 4 പ്രാവശ്യം പേര് വരേണ്ട ആവശ്യമില്ല. പിന്നെ അക്കൗണ്ട് നമ്പർ ഇല്ലാത്ത കേസുകളൊക്കെ നമ്മൾ എന്തെങ്കിലും നമ്പർ കൊടുത്ത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് വേണം CSV ഫയലിൽ ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബിംസിലോട്ട് പോകുന്നത്. ബിംസിൽ ആദ്യം നമ്മൾ ക്ലർക്ക് ലോഗിൻ ആണ് ചെയ്യുക. ബിംസിനെ ക്ലർക്ക് ലോഗിൻ ആയി ചെയ്യും. ക്ലർക്ക് ലോഗിനിൽ നമ്മൾ ചെയ്യേണ്ടത് TSB ആണ്. നമ്മളിപ്പോൾ PD അക്കൗണ്ടിൽ നിന്നാണ് പൈസ എടുക്കാൻ പോകുന്നത്. PD അക്കൗണ്ട് നമ്മൾ പല പ്രാവശ്യം നമ്മൾ കോഷൻ ഡെപ്പോസിറ്റ് പല കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുകയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം PD അക്കൗണ്ട് ചെയ്യുക എന്നതിനെ കുറിച്ച് ആർക്കും വലിയ സംശയമൊന്നുമില്ല. ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ PD അക്കൗണ്ടിലെ പ്രൊസീഡിങ്സ് എങ്ങനെ എടുക്കാമെന്ന് ഡൗട്ട് ഉള്ളൂ. ഈ TSB അക്കൗണ്ടിലെ ആഡ് ഓർ എഡിറ്റ് പ്രൊസീഡിങ്സ് നമ്മൾ ഇതാണ് എടുക്കേണ്ടത്. ആഡ് ഓർ എഡിറ്റ് പ്രൊസീഡിങ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലർക്ക് ലോഗിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. DDO ഇപ്പം നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ ഒരു മെസ്സേജ് കാണാറുണ്ട്. നമുക്കിത് ലോഗിൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്താ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളത് ലോഗ് ഔട്ട് ആവാതെ പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മളത് DDO ലോഗിനിൽ കയറി അത് റീസെറ്റ് ചെയ്യണം. നമ്മൾ കുറച്ച് നേരം ഇത് ഓപ്പൺ ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോഗ് ഔട്ടായി പോകും. അങ്ങനെ ലോഗ് ഔട്ടായി പോയി കഴിഞ്ഞാൽ പലർക്കും വരുന്നൊരു പ്രശ്നമാണ്, നമ്മളത് ചെയ്ത് കുറച്ച് നേരം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ലോഗ് ഔട്ടായി പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിൻ ലോഗിനിൽ കയറിയിട്ട് അതൊന്ന് റീസെറ്റ് ലോഗിൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അഡ്മിൻ ലോഗിനിൽ കയറി റീസെറ്റ് ലോഗിൻ ചെയ്താലേ നമുക്ക് ഇനി അത് ഓപ്പൺ ആവൂ. ഇതിൽ നമ്മൾ കയറി ഇവിടെ റീസെറ്റ് ലോഗിൻ ഉണ്ട്. റീസെറ്റ് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ DDO കോഡ് വരും, റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും DDO സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് കൊടുത്തു. അപ്പോൾ നമുക്ക് ലോഗ് ഔട്ട് ചെയ്ത് കയറി വീണ്ടും നമുക്ക് ക്ലർക്ക് ലോഗിനിൽ തന്നെ കയറാം. നമ്മൾ ആദ്യം ക്ലർക്ക് ലോഗിനിൽ ബില്ല് റീഡ് ആക്കാം. ബിംസിൻ്റെ 2.0 അപ്ഡേഷൻ ഉടനെ വരുന്നുണ്ട്. ലോജിങ് സൂണാണ്. ബിംസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെലക്ട് റോൾ DDO കൊടുത്തു, ക്യാപ്ച കൊടുക്കണം.
ക്യാപ്ച കൊടുത്ത് നമ്മൾ ലോഗിൻ കൊടുക്കുക. ലോഗിനിൽ നമ്മളിവിടെ ടി എസ് ബി ആഡ് ഓർ എഡിറ്റ് പ്രൊസീഡിങ്സ് എടുക്കുക. നമ്മളതിൽ PD അക്കൗണ്ട് സെലക്ട് ചെയ്യുക, ഗോ കൊടുക്കുക. ഗോ കൊടുത്താൽ നമുക്ക് ഇതുപോലെ എത്ര വിവരങ്ങൾ വരും. അപ്പോൾ നമ്മൾ സെലക്ട് IS സ്കൂളിൻ്റെ പേര് കൊടുക്കുക. ആൽഫ കോഡ് പലരും ഉപയോഗിക്കുന്ന വേറെ സംശയം, ഇപ്പോൾ പലരും വിളിക്കുന്നുണ്ട് ചെക്കിൻ്റെ നമ്പർ സേവ് ആവുന്നില്ല എന്നുള്ള പ്രശ്നം പറയുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് ഇതിൽ പറഞ്ഞുതരാം. എങ്ങനെയാണ് ചെക്കിൻ്റെ ഇതിൽ പ്രൊസീഡിങ്സ് കൊടുക്കുക. എമൗണ്ട് നമുക്ക് CSV ഫയലിൽ വരുന്ന എമൗണ്ട്, നമ്മളിപ്പോൾ ഒരു CSV ഫയൽ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ CSV ഫയൽ നമുക്ക് അറിയാം എങ്ങനെയാണ് CSV ഫയൽ വരിക എന്നുള്ളത്. ഇതുപോലെയായിരിക്കും CSV ഫയൽ വരുന്നത്. ബാങ്ക് അക്കൗണ്ട്, IFSC കോഡ്, ഇവിടെ ബെനിഫിഷ്യറി ID വരും, നെയിം വരും, മൊബൈൽ നമ്പർ വരും, ക്രെഡിറ്റ് ടു ബാങ്ക്, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ, എമൗണ്ട്, പർപ്പസ്, HSC, ഇതൊക്കെ ഓട്ടോമാറ്റിക് പോകും. നമുക്ക് ഇത് അതേ ഫോർമാറ്റ് ആണ്. ഇതിൽ വരുന്ന പല അക്കൗണ്ട് നമ്പറുകളും നമുക്ക് ഇതിൽ പ്ലസ് ഇട്ടൊക്കെ കാണും. അതെങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കാമെന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് മാത്രം. ഇതിൽ നിന്ന് എക്സൽ ഫയൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് ഫോർമാറ്റ് സെൽ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഫോർമാറ്റ് സെല്ലിലെ നമ്പർ ഇവിടെ ഡെസിമലായിട്ട് കിടക്കുന്നത് ഡെസിമൽ പ്ലേസസ് 2 ആണ്. നമ്മളത് 0 ആക്കി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്പർ ഇവിടെ നമുക്ക് ഇവിടെ വിസിബിൾ ആവും. അത് പ്രത്യേകം ചെയ്യുക. പിന്നെ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് ബിംസിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് ലിനക്സ്, അത് ഉബുണ്ടു ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഉബുണ്ടു ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്കിത് അപ്ലോഡ് ചെയ്യുമ്പോൾ പലർക്കും നമ്പറുകൾ 0 ആയി പോകുന്ന പ്രശ്നമുണ്ട്. ലാസ്റ്റ് നമ്പറുകൾ ചില അക്കൗണ്ട് നമ്പറുകൾ അവസാനം 0 ആയി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ലിനക്സിൽ ഉബുണ്ടുവിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ പ്രൊസീഡിങ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബിംസിൽ DDO ലോഗിൻ ചെയ്യുമ്പോൾ ബിംസിൽ കയറി ചെയ്യുകയാണെങ്കിൽ, ബിംസ് ഉബുണ്ടു ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ കുറച്ച് നമുക്ക് കുറയ്ക്കാം. ഈ ഒരു അക്കൗണ്ട് നമ്പർ പ്രശ്നങ്ങളൊക്കെ തെറ്റുകൂടാതെ ചെയ്യാനായിട്ട് നമ്മൾ അത് അതിൽ 0 കൺവെർട്ട് ആവുന്ന ഒരു പ്രോബ്ലം ഉബുണ്ടുവിൽ കാണിക്കുന്നില്ല. ഇത് വിൻഡോസ് ആണ്. വിൻഡോസിൽ അങ്ങനെ പ്രശ്നം കാണിക്കുന്നില്ല. വിൻഡോസിൽ ഇത് നമുക്ക് ഇങ്ങനെ ക്ലിയർ ചെയ്യാം. ഇങ്ങനെ ക്ലിയർ ചെയ്താലും ഈ ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്പറുകൾ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ബില്ല് മാറുമ്പോൾ അക്കൗണ്ടിലോട്ട് പൈസ പോകുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇതിൻ്റെ ടോട്ടൽ നമുക്ക് ഈ എമൗണ്ടിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇവിടെ കിട്ടും. ഈ ടോട്ടൽ എമൗണ്ട് ആവണം, CSV ഫയലിൻ്റെ ടോട്ടൽ എമൗണ്ട് ആവണം നമ്മളിവിടെ കൊടുക്കേണ്ടത്. പലർക്കും ഇത് എമൗണ്ട് മിസ്മാച്ച് കാണിക്കാറുണ്ട്. അപ്പോൾ എമൗണ്ട് കൃത്യമാവണം. ഡീറ്റെയിൽസ് കൊടുക്കുക, പ്രസന്റ് ഡീറ്റെയിൽസ്, ഇതൊക്കെ നമ്മുടെ പർപ്പസ് അതേഴ്സ് കൊടുക്കുക. സബ്ജക്റ്റ് നമ്മൾ HSC എക്സാം 2000 ഇത് കൊടുക്കുക. HSC എക്സാം 2024 കൊടുക്കുക. റീഡിൽ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഉത്തരവ് നമ്പറാണ്. നമുക്ക് ഡയറക്ടറുടെ ഈ ഉത്തരവ് നമ്പറാണ് നമുക്ക് റീഡിൽ കൊടുക്കേണ്ടത്. ഈ എക്സാമിൻ്റെ ഈ ഒരു നമ്പർ നമുക്ക് റീഡിൽ കൊടുക്കാം. ഇവിടെ മാറ്റർ, നമുക്ക് പ്രൊസീഡിങ്സിൻ്റെ മാറ്റർ കൊടുക്കണം. നമ്മൾ എന്താണ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊസീഡിങ്സിൻ്റെ ഒരു മാറ്റർ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കോപ്പി ചെയ്ത് നമുക്ക് അതിലോട്ട് നേരിട്ട് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. പ്രൊസീഡിങ്സിൻ്റെ മാറ്റർ നമുക്ക് നമ്മൾ വേറെ ജസ്റ്റ് എഴുതി മാത്രം, ഇത് ഇത്രയേ ഉള്ളൂ. ഇത്ര കാര്യം ഇത് ഇവിടെ മാറ്റർ ഉണ്ടാവണം. കൃത്യമായിട്ട് എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്ത് കൃത്യമായിട്ട് ആ മാറ്റർ ഉണ്ടാവണം. ആ മാറ്റർ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ഡിഡക്ഷൻസ് വരും. ഡിഡക്ഷൻസ് നമുക്ക് ഇതിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ബെനിഫിഷ്യറി അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഡിഡക്ഷൻസ് ഒന്നും കൊടുക്കേണ്ട. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഇതിൻ്റെ ബെനിഫിഷ്യറി വരും, ആഡ് ബെനിഫിഷ്യറി വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് കൊടുക്കണം. അത് CSV ഫയൽ അപ്ലോഡ് ചെയ്യാം. അവിടെ ആഡ് ബെനിഫിഷ്യറി വരുമ്പോൾ നമുക്കവിടെ CSV ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന CSV ഫയൽ നമുക്ക് അതുപോലെ തന്നെ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. CSV ഫയലിൽ മൊത്തം ഒരു ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് അങ്ങനെ തന്നെ അതിലോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ബിംസിലോട്ട് നമ്മൾ ബിംസിൽ മറ്റുള്ള ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ അപ്ലോഡ് ചെയ്യുക. ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കൃത്യമായ ചെക്ക് നമ്പറും ഇത് കൊടുത്തിട്ടുണ്ടാവും. ഈ ചെക്കും ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രൊസീഡിങ്സും മാത്രമേ ട്രഷറിയിൽ കൊടുക്കേണ്ടതുള്ളൂ. വേറെ ഒന്നും ട്രഷറിയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ബില്ലും വൗച്ചറും എല്ലാം ഡയറക്ടറേറ്റിൽ നിന്ന് എന്നാണ് നമുക്ക് അലോട്ട്മെന്റ് കിട്ടുന്നത്, ആ അലോട്ട്മെന്റിന്റെ ഒപ്പം മാത്രമേ ഇതിന്റെ ബില്ലും വൗച്ചറും ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടൂ. പലരും ഈ അഡ്വാൻസ് എടുക്കുമ്പോൾ ഒക്കെ ബില്ലും വൗച്ചറും സെറ്റിൽ ചെയ്യും. പിന്നെ ഇത് സെറ്റിൽ ചെയ്യുന്ന സമയത്താണ് ഇതിന്റെ രേഖകളൊന്നും പിന്നെ കാണാനില്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ പലരും ഏറ്റവും ശ്രദ്ധിക്കുക, PD അക്കൗണ്ടിൽ നിന്ന് ബെനിഫിഷ്യറിക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ബില്ലും വൗച്ചറും നമ്മൾ ട്രഷറിയിലേക്ക് സബ്മിറ്റ് ചെയ്യരുത്. നമ്മൾ ആകെ കൊടുക്കേണ്ടത് ചെക്കും അതുപോലെ തന്നെ ഇതിൽ നിന്ന് പ്രൊസീഡിങ്സ്, ഇതിൽ നിന്ന്
നമ്മളിപ്പോൾ ചെയ്ത് ബെനിഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സേവ് ആവും. സേവ് ആയിട്ട് ഇത് ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുക്കും. അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ലോഗ് ഔട്ട് ചെയ്ത് പ്രിൻസിപ്പൽ ലോഗിനിൽ കയറി നമ്മളിത് അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യും. നമ്മൾ പരീക്ഷ കഴിയാത്തത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കാത്തത്. പരീക്ഷ കഴിഞ്ഞെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഇത് എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത് പലരും സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമുക്കിത് പൂർണ്ണമായി ചെയ്യാൻ സാധിക്കാത്തത്. കൃത്യമായിട്ട് നമ്മൾ ഇതിൽ അടുത്ത് ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് വരുന്നത് ഡിഡക്ഷൻസ് ആണ്. ആ ഡിഡക്ഷൻസ് ഒന്നും കൊടുക്കരുത്, സ്കിപ്പ് ചെയ്യുക. തൊട്ട് താഴെ ബെനിഫിഷ്യറി വരും. ബെനിഫിഷ്യറി വരുമ്പോൾ നമ്മളിവിടെ സേവ് ചെയ്ത് വെച്ച CSV ഫയൽ അപ്ലോഡ് ചെയ്യാം. ദെൻ ഇത് ഫോർവേഡ് ഫോർ അപ്രൂവൽ സേവ് ചെയ്ത് ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുക്കുക. അഡ്മിനിൽ കയറി അഡ്മിനിൽ ഇതുപോലെ തന്നെ നമ്മൾ TSB അക്കൗണ്ടിൽ കയറി പ്രൊസീഡിങ്സ് അപ്രൂവ് ചെയ്യുക. അപ്രൂവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എക്സാമിലെല്ലാം കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊന്നുമില്ലാന്ന് ശ്രദ്ധിക്കുന്നു. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രധാനപ്പെട്ട കാര്യം, PD അക്കൗണ്ടിൽ പ്രൊസീഡിങ്സ് കൊടുക്കുമ്പോൾ പരീക്ഷയുടെ ബില്ലോ വൗച്ചറോ മറ്റുള്ള ഒരു രേഖകളും കൊടുക്കാൻ പാടില്ല. അത് DHSൽ നിന്ന് നമുക്ക് വരുമ്പോഴാണ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത്ര ചെയ്തു. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് നമുക്ക് പറയാം നമുക്ക് DHSൽ നിന്ന് അലോട്ട്മെന്റ് വരും. ആ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ ബിംസിൽ സെറ്റിൽമെന്റ് ബില്ലാണ് എടുക്കേണ്ടത്. അലോട്ട്മെന്റ് തിരിഞ്ഞ് വീണ്ടും നമുക്ക് ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ പൈസകൾ അലോട്ട് ചെയ്ത് വരും. ഡയറക്ടറേറ്റിൽ നിന്ന് പൈസ അലോട്ട് ചെയ്ത് വരും. ആ അലോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കത് അലോട്ട്മെന്റ് ആയിട്ടാണ് വരിക. ആ അലോട്ട്മെന്റ് വരുമ്പോൾ നമ്മൾ ബില്ല് എടുക്കുക. ബില്ലിൽ ബില്ല് എൻട്രി എടുക്കുക. ബില്ല് എൻട്രിയിൽ നമുക്ക് ഇവിടെ ഇത് നേച്ചർ ഓഫ് ക്ലെയിം കൃത്യമായിട്ട് കൊടുക്കുക. കണ്ടീജന്റ് പേയ്മെന്റ് ഇത് കൊടുക്കുക. ഇപ്പോൾ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഫണ്ടുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കൊടുക്കുക. എക്സ്പെൻഡിച്ചർ ഹെഡ് കൊടുക്കുക. നമുക്കിപ്പോൾ അലോട്ട്മെന്റ് ഒന്നും ഇല്ല. എക്സാമിന്റെ അലോട്ട്മെന്റ് വരും. ഇവിടെ അലോട്ട്മെന്റ് വരും. ഒരു സെറ്റിൽമെന്റ് ടൈപ്പ് ഓഫ് ബില്ല് സെറ്റിൽമെന്റ് കൊടുക്കുക. അഡ്വാൻസ് ടേക്കൺ കൊടുക്കുക. സേവ് ചെയ്യുക. സേവ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ബില്ലിന്റെ ക്ലെയിം ഡീറ്റെയിൽസ് ആണ്. ക്ലെയിം ഡീറ്റെയിൽസ് നമ്മൾ എക്സാമിന്റെ ഡേ ഫ്രം ഡേറ്റ് കൊടുക്കുക. ടോട്ടൽ അലോട്ട് ചെയ്ത എമൗണ്ട് ക്ലെയിമിന്റെ അവിടെ കൊടുക്കുക. അത് ഇൻസൾട്ട് അത് സേവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തൊട്ട് താഴെ വരും ഇതിന്റെ ബെനിഫിഷ്യറി കൊടുക്കാൻ പറയും. ആ ബെനിഫിഷ്യറി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് ബെനിഫിഷ്യറി നമ്മൾ എവിടെ നിന്ന് എടുത്ത് PD അക്കൗണ്ടിൽ നിന്നാണ് പൈസ എടുത്തത്. അപ്പോൾ നമുക്ക് അത് ബെനിഫിഷ്യറി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ PD അക്കൗണ്ട് നമ്മുടെ ഇതിലത്തെ TSB അക്കൗണ്ട്സിലത്തെ PD അക്കൗണ്ടിന്റെ വിവരങ്ങൾ കൊടുത്ത് ഈ തുക PD അക്കൗണ്ടിലോട്ട് നമുക്ക് ഓൺലൈൻ ബിംസ് വഴി ട്രാൻസ്ഫർ ചെയ്യാം. PD അക്കൗണ്ടിലോട്ട് നമ്മൾ ഈ പൈസ മുഴുവൻ എടുത്തു കഴിഞ്ഞതാണ്. നമ്മൾ അലോട്ട്മെന്റ് വരുമ്പോൾ ബില്ല് എൻട്രി വഴി ഈ തുക ബെനിഫിഷ്യറി PD അക്കൗണ്ട് കൊടുത്ത് ഇതിന്റെ ബില്ല് വൗച്ചറുകൾ എല്ലാം സഹിതം ട്രഷറിയിൽ കൊടുത്താൽ അവരത് പാസ്സാക്കി നമ്മുടെ PD അക്കൗണ്ടിലോട്ട് പൈസ ഓട്ടോമാറ്റിക്കായി നിക്ഷേപിക്കും. ഇത്രയുമാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായിട്ട് ഇതിന്റെ ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.